പാവം പിടിച്ച ആൾക്കാരുടെ വീട് കെട്ടിക്കൊടുക്കാൻ പോകും, ഓല മേയാൻ പോകും. അത് ഞങ്ങൾക്ക് ഭയങ്കര രസം. അതിനൊരു വലിയ രസമുണ്ട്. അത് പിന്നെ ഈ ഓല നമ്മൾ തന്നെ കളക്ട് ചെയ്യുകയാണ്. ഓരോ വീടുകളിൽ പോയിട്ട് 3, 4, 5 മടൽ ഓലകൾ കളക്ട് ചെയ്ത് അതിനെ വെള്ളത്തിലിട്ട് കുതിർത്ത് മെടഞ്ഞെടുത്ത് റെഡിയാക്കി കൊട്ടി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം അത്. അവർ പഴയ ചെറിയ കുടിലുകളല്ല, അത് ഓല പൊളിച്ച്. പക്ഷേ അവരപ്പോൾ അതിൻ്റെ അകത്ത് കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയൊക്കെ ആയിട്ട് തരിക, കഞ്ഞി തരിക, ഇങ്ങനെയൊക്കെയുള്ളത്. അതെല്ലാവരും കൂടി ഒന്ന് കഴിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞത്. അതൊരു വഴിക്കൂടെ ചിറമിക്കാൻ പോകും. കാരണം അത് ചിറമത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ഇതെല്ലാം ഒരു വിനോദത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ അതിൻ്റെ അത് വേറെ മെറ്റീരിയൽ ബെനിഫിറ്റ് ഒന്നും ആർക്കും വേണ്ടതാനും. അങ്ങനത്തെ ഒരു യങ്സ്റ്റേഴ്സാണ് ഞങ്ങൾ. ആ പോക്കെന്ന് പറയുന്നതിൻ്റെ കൂടെ കൂടി വരുന്നതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കൂട്ടത്തിൽ വായനകളും അങ്ങനെ വന്ന് പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നും ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പെൻസ് സൈഡ് കാര്യമൊക്കെ ഞാനാണ് മീറ്റ് ചെയ്യുന്നത്. ഇത്രയും പേരുടെയും ചിലവുകളും കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുള്ള വൈകിട്ട് കാപ്പ് കുടിക്കാൻ പോവുക, വൈകിട്ട് വോളിബോൾ കളിയുണ്ട്, വോളിബോളുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പോവുക, അതിൻ്റെ കാപ്പുകൂടി കാര്യങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം ചെയ്തില്ല. അപ്പോൾ അച്ഛൻ എപ്പോഴും ഈ എസ്റ്റേറ്റിൽ പോക്കും യാത്രകളായതുകൊണ്ട് അച്ഛൻ എപ്പോഴും വീട്ടിലില്ല. അപ്പോൾ വീട്ടുകാർ മൊത്തം സംവിധാനം അമ്മയാണ്. അപ്പോൾ അമ്മ എപ്പോഴും ഒരു 500 രൂപ എപ്പോഴും 7 തിരികെ വെച്ചിട്ടാണ് അമ്മ നടക്കുന്നത്. ഞാൻ ചെന്ന് എന്തെങ്കിലും വൈകിട്ടാകുമ്പോഴത്തെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഇത് പൈസ ചൂണ്ടിക്കൊണ്ട് ഞാൻ പോകും. ഈ പൈസ അടുത്ത് ചിലവാക്കാൻ വേണ്ടി അന്ന് അങ്ങനെ തന്നെ ഒരു രീതിയായിരുന്നു.